ഞാനത് കറക്റ്റായിട്ട് കേട്ടു. ഒരു തർക്കമുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞത്. അതൊന്നൊരു വിഷയമല്ല. അത് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനൗൺസ് ചെയ്തത്. ഞാൻ പറയില്ല, നല്ല ഒരു ടീം വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും അഖിലേന്ത്യാ സെക്രട്ടറിമാരായിട്ടും വർക്കിംഗ് പ്രസിഡന്റായിട്ടും നല്ല പിള്ളേരാണ് വന്നിരിക്കുന്നതൊക്കെ. നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരാണ്. അവര് നന്നായിട്ട് വർക്ക് ചെയ്യും. അവര് ടീമായിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നേ. ചുമ്മാ ഇല്ല അദ്ദേഹത്തിന്റെ വാക്കൊന്നുമില്ല. ഇല്ല അത് അദ്ദേഹത്തിന് ഇല്ല അതൊന്നും ഒരു വിഷയമല്ല. ഇത് അവര് നന്നായി വർക്ക് ചെയ്ത് ഒരുമിച്ച് പോകും. ഞങ്ങളെല്ലാ പിന്തുണയും അവർക്ക് കൊടുക്കും. നല്ല പിള്ളേരാണ്. ഒരു ഗ്രൂപ്പുമില്ല എന്ത് ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പില്ല. ഈ പിള്ളേർക്കൊക്കെ എന്ത് ഗ്രൂപ്പ്? ഒന്നുമില്ല അങ്ങനെയൊന്നും. അതൊന്നൊരു വിഷയമല്ല. നിങ്ങൾ ഇനി എല്ലാ ദിവസവും അത് തന്നെ. എന്തെല്ലാം കാര്യം നാട്ടിലുണ്ട്. ചുമ്മാ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് വേറെ വിഷയമൊന്നുമില്ല. അത് മതി. മുനമ്പം വിഷയം ഞങ്ങൾ ഇടപെട്ട എങ്ങനെയാണ്? എല്ലാവരും ഇടപെട്ട എങ്ങനെയാണ്? BJP ഇടപെട്ടത് അതൊരു വർഗീയ വിഷയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയി കൊട പിടിച്ചു കൊടുത്തു CPM അല്ലേ? ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ മുനമ്പത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോ മുനമ്പം വിഷയത്തിൽ ഹൈക്കോടതി വിധി അത് തന്നെ, വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് വന്നു. ഇനിയിപ്പോ അവർക്ക് ടൈറ്റിൽ കൊടുക്കണം. ഇതൊക്കെ ഗവൺമെന്റ് അപ്പം തന്നെ ചെയ്ത് ഈ വിഷയങ്ങൾ വീണ്ടും ആളിക്കത്താനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അത് ക്ലോസ് ചെയ്യേണ്ട ചാപ്റ്ററാണ്. ചർച്ച ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അവരുടെ കയ്യിലെ പാവയാകാനോ അവരുടെ കിണിയിലോ നമ്മൾ പെട്ടുപോകരുത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ട ഒരു സാമൂഹ്യ ബന്ധങ്ങൾ, അത് ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ വലുതാക്കി കൊണ്ടുവന്ന് അത് വഷളാക്കരുത്. സാമൂഹ്യ അന്തരീക്ഷം കേടാക്കരുത്. അത് കേരളത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ഗവൺമെന്റാണ് അത് പറയേണ്ടത്. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്കാണ് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഇടപെടലുകൾ നിങ്ങൾ നിരീക്ഷിച്ചു. ഞങ്ങൾ ഈ ഒരു ലൈനിലാണ് പോകുന്നത്. സമാധാനിപ്പിക്കാറാണ് പതിവ് എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ.